ഭൂട്ടാനിൽ നിന്ന് നിയമവിരുദ്ധമായി കടത്തിയ ആഡംബര വാഹനങ്ങൾ പിടിച്ചെടുത്തതിൽ ദുൽഖർ സൽമാന്റെ കാറുകൾ കേന്ദ്രീകരിച്ച് കസ്റ്റംസ് കൂടുതൽ അന്വേഷണത്തിന്. സംശയനിഴലിലായ 2 കാറുകൾ കസ്റ്റംസ് പിടിച്ചെടുക്കും. ദുൽഖർ ഉൾപ്പെടെ വാഹന ഉടമകളോട് ഉടൻ വിശദീകരണം തേടാനും തീരുമാനമുണ്ട്. നടനും വാഹന ഡീലറുമായ അമിത് ചക്കാലക്കലിനെ ഇന്നലെ രാത്രി മുഴുവൻ ചോദ്യം ചെയ്ത കസ്റ്റംസ് 6 വാഹനങ്ങളുടെ വിവരങ്ങൾ തേടി. ആഡംബര വാഹനങ്ങൾ പിടിച്ചെടുത്തത് കസ്റ്റംസിന് പുറമെ ഇഡിയും GST വകുപ്പും പരിശോധിക്കും. ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായുള്ള കസ്റ്റംസ് പരിശോധനയിൽ തന്റെ ഒരു കാർ മാത്രമാണ് പിടികൂടിയതെന്ന് അമിത് ചക്കാലക്കൽ പറഞ്ഞു. താൻ കാർ കള്ളക്കടത്തുകാരനല്ലെന്നും അമിത് ന്യൂസ് 18നോട് വ്യക്തമാക്കി. നമുക്കൊപ്പം നടൻ അമിത് ചക്കാലക്കൽ കൂടി ചേരുന്നു. അമിത്തിന്റെ പക്കൽ നിന്ന് 7 വാഹനങ്ങൾ നോട്ടീസ് നൽകിയെന്നെല്ലാം തന്നെയാണ് പറയുന്നത്. എന്തായാലും വാസ്തവം എൻ്റെ ഒരു വാഹനമാണ്. ആ വാഹനം ഞാൻ പേഴ്സണലി ഇപ്പം എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ 5 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ മുമ്പത്തെ ഓണേഴ്സും ഇത് 1999 രജിസ്റ്റർ ചെയ്ത വാഹനമാണ്. അപ്പോൾ ഇന്നലെ RT ഓഫീസർ വന്നപ്പോഴും അവരതിൻ്റെ രജിസ്ട്രേഷൻ വെരിഫൈ ചെയ്തു, ഷാസി നമ്പറിൽ എന്തെങ്കിലും ടാമ്പർ ചെയ്തെന്നുള്ള വെരിഫൈ ചെയ്തു, എല്ലാം വെരിഫൈ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അതെല്ലാം ജെന്യുവിനാണ്. അപ്പോൾ ആ ഒരു വാഹനമാണ് എൻ്റെ കസ്റ്റഡിയിലുള്ളത്, എൻ്റെ വാഹനം. ബാക്കി ഇവിടെ കാണുന്ന വാഹനങ്ങളെല്ലാം ഇവിടെ ടെക്നിക്കൽ വർക്കിന് വേണ്ടി എൻ്റെ വീടിനടുത്ത് ഗരാജിൽ വന്നതാണ്. അപ്പോൾ അത് എൻ്റെ കെയർ ഓഫിൽ വന്നതായതുകൊണ്ട് ഗരാജിൽ വന്ന് ചെക്ക് ചെയ്തപ്പോൾ ഗരാജ് ഓണർ പറഞ്ഞു ഇന്ന ആളുടെ കെയർ ഓഫിൽ വന്നതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എൻ്റെ കെയർ ഓഫിൽ എന്നോട് ഈ പറയുന്ന വാഹനങ്ങളുടെ ഉടമയിൽ നിന്നും ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചേക്കുന്നത്, എൻ്റെ കെയർ ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട്. അതൊന്നും എൻ്റെ വാഹനങ്ങളല്ല, ഒറ്റ വാഹനമേ ഉള്ളൂ. ആ വാഹനത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആണ് ഞാൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കിയെല്ലാം അതാത് ഓണേഴ്സാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിൽ തന്നെ അറിയിച്ചു, അതിൽ തന്നെ 3ഓളം വാഹനങ്ങൾ ഇന്ത്യൻ ഷോറൂമിൽ നിന്നെടുത്ത വാഹനങ്ങളാണ്. അപ്പോൾ അതിനെല്ലാം ഇൻവോയ്സ് ഉള്ള വാഹനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇനി അതിൻ്റെ ഓണേഴ്സ് കൊണ്ടു ചെല്ലണം, അവിടെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ കെയർ ഓഫ് എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ്ലി അവർ ചിന്തിക്കുകയെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്ന് ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കാനായിട്ടാക്കാമെന്നാണ് എല്ലാവരും വിചാരിക്കുക. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം, കാരണം അതിനെല്ലാം അതാത് ഓണേഴ്സ് ഉണ്ട്. അതിൽ ഇപ്പോൾ അമിത്തിന്റെ കയ്യിൽ നിന്ന് എടുത്ത വാഹനങ്ങൾ അതിൻ്റെ ഡോക്യുമെന്റ്സും എല്ലാം തന്നെ ഈ 10 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കും. നമ്മൾ 10 ദിവസം സമയത്തിനുള്ളിൽ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതിൽ തന്നെ 3ഓളം വാഹനങ്ങൾ ഇന്ത്യൻ ഷോറൂമിൽ നിന്ന് വന്ന വാഹനങ്ങളാണ്. അപ്പോൾ അതിന് ആ ഷോറൂമിൽ നിന്നെല്ലാം എല്ലാം അതിൻ്റെ ഇൻവോയ്സ് ഉണ്ടാവും. അപ്പോൾ അതൊന്നും അതിൻ്റെ പ്രോബ്ലം ഇല്ല. അല്ലാത്ത വാഹനങ്ങൾ ഏകദേശം 99-ലും 2000-ലും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളാണ്. അപ്പോൾ ഇനി ആ രജിസ്ട്രേഷൻ യാതൊരുവിധ തട്ടിപ്പോടെ ചെയ്തതല്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടണം. അപ്പോൾ അത് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് അവർ വണ്ടി വിട്ടു തരുള്ളൂ. ഇതിൻ്റെ മാത്രമല്ല, ഒരു 10-30 സ്ഥലത്ത് ഇന്നലെ പരിശോധന നടന്നിട്ടുണ്ട്, ദുൽഖറിൻ്റെയും പൃഥ്വിയുടെയും ഇവരുടെ ഉൾപ്പെടെ. അപ്പോൾ ആ വാഹനങ്ങളുടെയൊക്കെ ജെനുവിനിറ്റി എന്താണെന്നുള്ളത് കാര്യം അവർക്കും അറിയണം, നമുക്കും നല്ലതാണ്. പക്ഷെ അതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് ഇനി ഓടേണ്ട വരും. അപ്പോൾ ആ വലിയ കുരിശായി. പക്ഷെ ഇതിൻ്റെ വേറൊരു ടെക്നിക്കൽ പ്രശ്നം എന്ന് വെച്ചാൽ ഈ 6-7 ആൾക്കാർ കടന്നാണ് ഇവരൊക്കെ. അപ്പോൾ അവരുടെ അടുത്ത് RC ബുക്ക് ഉണ്ടാവുള്ളൂ, ഇൻഷുറൻസ് ഉണ്ടാവുള്ളൂ. പല ആൾക്കാരുടെ അടുത്തും പഴയ വർഷങ്ങൾ മുമ്പ് രജിസ്റ്റർ ചെയ്ത വാഹനത്തിന് ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇതെങ്ങനെ ഇതിനി സോർട്ട് ചെയ്യും എന്നുള്ളതാണ് ഞാനും ചിന്തിക്കണത്. ഒന്നില്ലെങ്കിൽ 10-25 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്തതിൻ്റെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് കൊടുക്കാൻ തയ്യാറാവണം ഓഫീസേഴ്സ്, മീൻസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. അല്ലെങ്കിൽ നമ്മൾ പെടും. ജെന്യുവിൻ വണ്ടിയും പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളുടെ ഒരു സ്ഥലമുണ്ട്, അതിൻ്റെ മുന്നാധാരം മറ്റേ ഇതൊക്കെ പറഞ്ഞ പോലെ നമ്മളത് കീപ്പ് ചെയ്യേണ്ട വരും. പക്ഷെ അതിനൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊന്ന് സപ്പോർട്ട് ചെയ്ത് MBD നിന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഒരുപാട് നമുക്ക് സമയവും ഈ പറഞ്ഞ പോലെ പ്രശ്നത്തിൽ നിന്നും ഒഴിവാകും. 100% ആത്മവിശ്വാസിക്കാരത്തിലുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഹിമാചൽ പ്രദേശിൽ ഒരു വാഹന ഷോറൂമിൽ നിന്നും ഒരു വാഹന വിൽപ്പനക്കാരന് കാർ നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് കേരളത്തിലേക്കും അതോടൊപ്പം സിനിമാ താരങ്ങളിലേക്കും എത്തിയത്. ഇവിടെ അമിത് ചക്കാലക്കൽ പൂർണ്ണമായും ഇക്കാര്യം നിഷേധിക്കുന്നുണ്ട്. തൻ്റെ ഒരു കാർ മാത്രമാണ് പിടിച്ചെടുത്തത്, താൻ കാർ കള്ളക്കടത്തുകാരനല്ല. ദുൽഖർ സൽമാൻ്റെ 2 കാറുകൾ, ആഡംബര കാറുകൾ പിടിച്ചെടുക്കാനും തീരുമാനമുണ്ട്. പക്ഷെ ദുൽഖറിൻ്റെ പ്രതികരണം പുറത്തു വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ഇവർ കബളിപ്പിക്കപ്പെട്ടതാണോ, എന്തായിരിക്കും ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിൻ്റെ തുടർ നടപടികൾ? ടോമി, കേസിൽ കസ്റ്റംസ് ഇപ്പോൾ ഇവരോട് ചില രേഖകൾ ഹാജരാക്കാൻ, അതായത് പിടിച്ചെടുത്ത വാഹനങ്ങളുടെ രേഖകൾ ഹാജരാക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ അമിത്തിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അമിത് അദ്ദേഹത്തിൽ നിന്ന് ഒരു വാഹനമാണ് സീസ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. അതിൻ്റെ രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്.
അതിൻ്റെ ഈ പഴയകാല ഓണർ ആരാണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അതിനോട് ചോദിച്ചിട്ടുള്ളത്. ഇതിനു മുൻപ് ഉപയോഗിച്ചിരുന്ന 2 പേരുടെ വിവരങ്ങൾ അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അതിന് മുൻപുള്ള വിശദാംശങ്ങൾ കൂടി ഹാജരാക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളുകളായിട്ട് അത് ഇന്ത്യയിൽ തന്നെ ഓടുന്ന വണ്ടികളാണ്. അങ്ങനെ ഈ വാഹന ഭ്രമം മൂക്കുന്നവർ പല രീതികളിലും വണ്ടികൾ സ്വന്തമാക്കാറുണ്ട്. അങ്ങനെ ഈ വണ്ടികൾ ഇവിടേക്ക് ഈ വാഹനം കൊണ്ടുവന്നതാണ്. മറ്റ് കാറുകൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ അദ്ദേഹം ഈ വാഹനങ്ങളുടെ വൈവിധ്യ രീതിയിലേക്ക് മാറ്റുന്നത് മോഡിഫിക്കേഷൻ രീതി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ വളരെയധികം അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരാളാണെന്ന് പറയുന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് മറ്റു പലരോടും ഇത് എവിടെയാണ് ചെയ്യുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കാൻ അങ്ങനെ അദ്ദേഹം സജസ്റ്റ് ചെയ്ത റഫറൻസിൽ വന്ന വാഹനങ്ങളാണ് ഇവിടെ കൊച്ചിയിലുള്ള ഗാരേജിലുള്ളതെന്ന് പറയുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം. പക്ഷേ ഇത് സംബന്ധിച്ച് കസ്റ്റംസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ പൂർണ്ണമായ രേഖകൾ കൊണ്ടുവരാനാണ്. അപ്പോൾ ഇവരിപ്പോൾ കുഴയ്ക്കുന്നൊരു പ്രശ്നം ഇതിൻ്റെ തൊട്ട് മുൻപുള്ളതോ അതിനു മുൻപുള്ളതായ ഉടമസ്ഥരുടെ വിവരങ്ങൾ മാത്രമാണ് ഇവരുടെ പക്കലുള്ളതെന്ന് പറയുന്നു. പക്ഷേ ഇതിന് കൃത്യമായും ഇത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഇത് ഇന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നതാണ്, ഇത് നിയമാനുസൃതം കൈമാറിയതാണ് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇതിൽ മോട്ടോർ വാഹന വകുപ്പ് കൂടി ഇത്തരം കാര്യങ്ങളോട് സഹകരിക്കുമെന്നാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുള്ളത് പൂർണ്ണമായും നിയമവ്യവസ്ഥകൾ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തത് എന്നതാണ്. അതെന്തായാലും അദ്ദേഹത്തിന് അത് കസ്റ്റംസിന് മുൻപിൽ അല്ലെങ്കിൽ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ വിശദീകരിക്കേണ്ടി വരും. ദുൽഖർ സൽമാൻ്റെ കേസിലേക്ക് വരുമ്പോൾ 2 വാഹനങ്ങൾ സംബന്ധിച്ച് നിസാൻ പെട്രോൾ സീരീസിനെ കുറിച്ച് പറയുകയാണ്. അതിലെ 2 വേരിയൻറ്റുകളുണ്ട് അദ്ദേഹത്തിന് സ്വന്തമാണ്. അദ്ദേഹത്തിൻ്റെയും വാഹന ഭ്രാന്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ പുതിയ വാഹനങ്ങളല്ല, പഴയ കാലത്തുള്ള ഈ വാഹനങ്ങളാണ് അദ്ദേഹം കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് എവിടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കൈമാറിയ വ്യക്തിയിൽ നിന്ന് അടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ ഹാജരാക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് 10 ദിവസത്തെ സാവകാശമെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ഈ രീതിയിലുള്ള അന്വേഷണവുമായി നടന്മാരുടെ കേസുകൾ സംബന്ധിയായ കാര്യങ്ങൾ പോവുകയാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ഒരു പരിശോധന നടന്നിരുന്നു. അങ്ങനെ പലയിടങ്ങളിൽ നിന്നായിട്ട് കാറുകളുടെ കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചില കാറുകൾക്ക് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള കാറുകളുണ്ട്. കാരണം ഇതൊരു ആൻറ്റിക് പീസ് എന്ന രീതിയിൽ തന്നെ ചിലർ കളക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നിരത്തിലൂടെ ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റാത്തതുണ്ട്, ചിലത് കൊണ്ടുവന്നാൽ സൂക്ഷിക്കാൻ പറ്റാത്തതുണ്ട്. അപ്പോൾ ഇതിന് നോട്ടീസ് നൽകിയിട്ട് ഇതിൻ്റെ ഒരു സംരക്ഷണം ഇവരോട് തന്നെ നടത്തണം. ഒപ്പം തന്നെ ഇത് ഉപയോഗിക്കരുത്, ആവശ്യത്തിന് ഇതൊരു തൊണ്ടി മുതൽ എന്ന രീതിയിലെല്ലാം കൈകാര്യം ചെയ്യുന്നതാണ് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ കേസിൽ ഈ നടപടികൾ കസ്റ്റംസ് പുരോഗമിക്കുകയാണ്. ഇതിൽ അപ്പോൾ ഒടുവിൽ ലഭ്യമാവുന്ന വിവരമനുസരിച്ച് EDയും ഇതിന് വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥർ കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിൽ എത്തിയതായിട്ടുള്ള വിവരങ്ങളും ലഭ്യമാവുന്നുണ്ട്. അപ്പോൾ ഈ വിശദാംശങ്ങൾ ED കൂടി ഇവരിൽ നിന്ന് ശേഖരിക്കുന്നുണ്ട്. ഒപ്പം GST വിഭാഗവും ഇതിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിൽ 2 കാര്യങ്ങളുള്ളത്. ഒന്ന്, നികുതി വെട്ടിപ്പ് സംബന്ധിയായ കാര്യങ്ങളിൽ. മറ്റൊന്ന്, വളരെ ഗുരുതരമായ കാര്യം, ഈ കള്ളപ്പണം അടക്കമുള്ള കാര്യങ്ങൾ ഇതിനു വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും കാറുകൾ സ്വന്തമാക്കുന്നതിന് വലിയ രീതിയിൽ തീർച്ചയായും അതാണ് ഡാനി സൂചിപ്പിക്കുന്ന പോലെ ഭൂട്ടാനിൽ നിന്നും ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിച്ചുള്ള തട്ടിപ്പിൽ മറ്റ് കേന്ദ്ര ഏജൻസികളും ഈ കേസ് അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ്. EDയും GST വകുപ്പും ഇക്കാര്യത്തെക്കുറിച്ച് പരിശോധിക്കുന്നു. ഡാനി, അതായത് ഈ തട്ടിപ്പിൽ വ്യാപകമായ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. ഇതിന്റെ ഭാഗമായി ED രംഗത്ത് വരുന്നു. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് GST വകുപ്പും രംഗത്തെത്തുന്നു. സ്വാഭാവികമായും ഈ കേസിന്റെ അന്വേഷണം ഇനി ഏത് തലങ്ങളിലേക്കായിരിക്കും നീങ്ങുക? ഈ കള്ളപ്പണ ഇടപാട് ഇത് ഈ ഏജൻസികൾ, അതായത് കാർ ഷോറൂമുകൾ നടത്തിയെന്നാണോ, അതോ ഈ വാഹനം വാങ്ങിയവർ ഈ കള്ളപ്പണം ഉപയോഗിച്ച് വാഹനങ്ങൾ സ്വന്തമാക്കിയെന്നാണോ കസ്റ്റംസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമായത്? ഇതിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. ഇനിയും മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇത് ഏത് രീതിയിലാണ് ഈ കൈമാറ്റങ്ങൾ, പണം കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് വസ്തുതാപരമായി വിശദീകരിക്കാൻ കഴിയും. ഇന്നലെ കസ്റ്റംസ് കമ്മീഷണർ തന്നെയും അത്തരം കാര്യങ്ങൾ പറയുന്നത് തുടക്കത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്, ഇനിയും മുന്നോട്ട് പോകാനുണ്ട് എന്ന് പറയുന്നു. ഇതിൽ ഈ കൈമാറ്റം ചെയ്ത സംബന്ധിയായ കാര്യങ്ങൾ ഇപ്പോൾ ഇവർ പ്രകടിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് അമിത് ചക്കാലക്കലും മറ്റും പറയുന്നത് തങ്ങൾ വാങ്ങിച്ചതാണ്, അതിന് കൃത്യമായ രേഖകളും കാര്യങ്ങളും ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരങ്ങനെയെങ്കിൽ അത്തരം രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട്. ഏത് രീതിയിലാണ് കൈമാറ്റം നടന്നിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് അതിൽ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, ഈ കാറുകൾക്ക് വലിയ രീതിയിലുള്ള നികുതി ചുമത്തി തുടങ്ങിയിട്ട് അധിക നാളുകളായിട്ടില്ല. അപ്പോൾ
അതിനു മുൻപ് ഈ കാറുകൾ കൊണ്ടുവരുന്നത് വലിയ രീതിയിലുള്ള ഈ സാമ്പത്തിക ബാധ്യതകളൊന്നും ഏൽക്കപ്പെടുന്ന ഒരു കാര്യമായിരുന്നില്ല, വലിയ നികുതികളൊന്നുമില്ലായിരുന്നു. പക്ഷേ ആ കാറുകൾ ഇപ്പോഴിവിടെ പൊന്നും വില എന്നെല്ലാം പറയുന്ന അവസ്ഥയിലേക്ക് വന്നു. കാരണം ഇപ്പോൾ ഈ കാറുകൾക്കെല്ലാം നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ഇവിടേക്ക് കൊണ്ടുവരുന്നത് ഇറക്കുമതി ചെയ്യുന്നതിന് നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാറുകൾക്ക് അതിൻ്റെ ക്രയവിക്രയങ്ങൾ വലിയ രീതിയിലേക്ക് സാമ്പത്തിക ലാഭമുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ നിൽക്കുന്ന ഡീലർമാർക്ക് കൃത്യമായും അതറിയാം എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ഭൂട്ടാൻ കാറുകൾ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവരുന്നതെന്ന് പറയുന്നത് വിദേശത്ത് നിന്ന് എത്തിച്ച ഭൂട്ടാനിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. അത് കൃത്യമായും ഒരു ചെയിൻ തന്നെയാണ്, അതിൽ ഒരു സംശയവും അത്തരം കാര്യങ്ങളില്ല. അത് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് ഇവിടെ ഉപേക്ഷിക്കപ്പെടുന്ന രീതിയിലടക്കം കണ്ട് പിന്നീട് തീർച്ചയായും ഡാനി, ഈ ഭൂട്ടാൻ പട്ടാളത്തിന്റെ വാഹനങ്ങളാണ് ഇന്ത്യയിലേക്ക് നികുതി വെട്ടിച്ച് എത്തിച്ചത്. ഇതാണ് പിടിച്ചെടുത്തെന്നാണ് തുടക്കത്തിൽ പുറത്തു വന്ന വിവരം. ഇത് ഭൂട്ടാൻ പട്ടാളത്തിന്റെ വാഹനം തന്നെയാണെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മാത്രമല്ല, ഈ കാർ കള്ളക്കടത്ത് റാക്കറ്റിന് പിന്നിൽ ആരാണ്? ഇത് ഏത് സംസ്ഥാനത്തുള്ള മാഫിയാണെന്ന കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഇത് നിയമവിരുദ്ധമായിട്ടാണ് എത്തിച്ചതെങ്കിൽ ഇതിൻ്റെ നടപടികൾ എങ്ങനെയാണ്? അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമോ? ഇത് ആരിലേക്കാണ് ഇപ്പോൾ അന്വേഷണം, പ്രധാനമായും അന്വേഷണം നീങ്ങുന്നത്? ടോമി, കാര്യത്തിൽ പൂർണ്ണമായും എല്ലാ വാഹനങ്ങളും ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ചതാണെന്ന് കരുതുക വയ്യ. കാരണം ഇതെല്ലാം ആഡംബര വാഹനങ്ങളിലെല്ലാം സീരീസിൽപ്പെടുന്ന അങ്ങനെയുള്ള വാഹനങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ അത് മറയാക്കിക്കൊണ്ട് ഈ ലക്ഷറി വാഹനങ്ങൾ, സെക്കൻഡ് ഹാൻഡ് ലക്ഷറി വാഹനങ്ങൾ വിദേശത്ത് ഉപയോഗിച്ച് കടത്തുന്നവർ ഈ രീതിയിലുള്ളൊരു മാർഗം ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കസ്റ്റംസ് കരുതുന്നത്. അങ്ങനെ ഈ വരുന്ന വാഹനങ്ങളിൽ ചിലത് ഏറിയ പങ്കും ഒരുപക്ഷെ ആ രീതിയിൽ തന്നെ ആവാം. അത് പല രീതിയിലേക്ക് എത്തുന്നു. ചിലപ്പോൾ അതിൻ്റെ ഭാഗങ്ങളായിട്ട് ഇവിടേക്ക് വരികയും പിന്നീട് അസംബിൾ ചെയ്തെടുക്കുകയും ചെയ്യുന്ന രീതികളുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തേണ്ട ഒരു ഭാഗമായിട്ട് തന്നെ ഇത് മാറിയിട്ടുണ്ട്. ഇതിൽ സംശയിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങളുടെ ഒരു പശ്ചാത്തലമാണ്. കാരണം ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ രേഖകൾ ഉണ്ടായിരിക്കണം. കൃത്യമായ ഓരോ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നെങ്കിൽ അതിൻ്റേതായ നികുതിയും അതോടൊപ്പം തന്നെ അനുമതി പത്രങ്ങളും എല്ലാം ഉണ്ടാകും. ഇതില്ലാത്ത കാര്യങ്ങൾ എങ്ങനെ അത് ഉണ്ടാക്കിയെടുത്തു എന്നത് ചോദ്യമാണ്. കാരണം അങ്ങനെയെങ്കിൽ അത് അവിടെയാണ് ഈ എംബസികളുടെ പേരിൽ വ്യാജരേഖകൾ ചമച്ച് ആണ് ഈ രീതിയിൽ വാഹനങ്ങൾ ഇവിടെ എത്തിച്ചത്. പിന്നീട് ഈ വാഹന തട്ടിപ്പ് നടത്തിയതെന്നാണ് പുറത്തു വന്ന വിവരം കസ്റ്റംസ് ഇന്നലെ വ്യക്തമാക്കിയത്. ഈ വ്യാജരേഖകൾ ചമച്ചതുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം അത് കസ്റ്റംസ് ആണോ അത് അന്വേഷിക്കേണ്ടത്, അതോ ഓരോ സംസ്ഥാനങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന പോലീസുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൈമാറുമോ? ഈ വ്യാജരേഖകൾ ചമച്ചതുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം ഇതിൻ്റെ പ്രാഥമിക തലത്തിലുള്ള അന്വേഷണവും അത് ആ രീതിയിലുള്ള കാര്യങ്ങളും എല്ലാം തന്നെ നിയന്ത്രിക്കുന്ന കസ്റ്റംസ് തന്നെയാണ്. കസ്റ്റംസാണ് ഈ പിടിച്ചെടുത്ത രേഖകളുടെ സൂക്ഷ്മാംശത്തിൽ തന്നെ അത് പരിശോധിക്കുന്നത്. ഒപ്പം അതത് മോട്ടോർ വാഹന വകുപ്പുകളുടെ സഹായവും തേടുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ആധികാരികത സംബന്ധിച്ചും ഈ കൈമാറ്റങ്ങളുടെ പ്രക്രിയയെ സംബന്ധിച്ചും ഏതെങ്കിലും രീതിയിലുള്ള അറിവോ കാര്യങ്ങളോ ഈ മോട്ടോർ വാഹന വകുപ്പിന് വന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കണം. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം അവരറിയാതെ, മോട്ടോർ വാഹന വകുപ്പ് അറിയാതെയുള്ള കച്ചവടവും കാര്യങ്ങളുമാണെങ്കിൽ അത് നിയമാനുസൃതമല്ല എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ കസ്റ്റംസ് ഈ രേഖകൾ പരിശോധിക്കും. പിന്നീട് മോട്ടോർ വാഹന വകുപ്പിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് ഏതെങ്കിലും രീതിയിൽ ഈ സംസ്ഥാനത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന് ഇവിടെ വന്ന് വിൽക്കുന്ന രീതികളെല്ലാം ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരുപാട് വാഹനങ്ങൾ കാണാറുണ്ട് ഇവിടെ, ഇതര സംസ്ഥാനങ്ങളുടേതടക്കമുള്ള വാഹനങ്ങൾ കാണാറുണ്ട്. അത് പല രീതിയിലുള്ള രജിസ്ട്രേഷൻ സമ്പ്രദായമുണ്ട്. അവിടെ ഉടമസ്ഥാവകാശമുള്ള ഏതെങ്കിലും ഒരു ഓഫീസോ മറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്ത് വരാവുന്നതാണ്. അല്ല, സ്ഥിരമായി ഇവിടെ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിശ്ചയമായും അത് സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പിനെ അടക്കമുള്ള കാര്യങ്ങൾ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ നിയമലംഘനത്തിനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്, ഒരു സംശയവും അക്കാര്യത്തിലില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പ്രാഥമികമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. തീർച്ചയായും അതിന് GST വകുപ്പും അതോടൊപ്പം തന്നെ EDയും എല്ലാം തന്നെ പരിശോധനകളിലേക്ക് നീങ്ങുന്നുണ്ട്. തികച്ചും സങ്കീർണമായൊരു നടപടിക്രമങ്ങൾ തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിൽ നിയമാനുസൃതമല്ല കാര്യങ്ങൾ നടന്നിട്ടുള്ളതെങ്കിൽ അത് വലിയ പാട് തന്നെ ഇതിൽ നിന്ന് പെടേണ്ടി വരും. യെസ്, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നോക്കിയത്. ഡാനി സൂചിപ്പിച്ചതുപോലെ ഇത് നിയമവിരുദ്ധമായിട്ടുള്ള നടപടി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിയമ നടപടികൾ ഇവർക്ക് നേരിടേണ്ടി വരും. പക്ഷെ ആരാണ് ഈ വലിയ റാക്കറ്റിന് പിന്നിലെന്ന് അന്വേഷിക്കണം. ഇതിൻ്റെ തുടർ നടപടികൾ കസ്റ്റംസ് മാത്രമായിരിക്കില്ല, EDയുടെ ഭാഗത്തുനിന്നും GSTയുടെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും തുടർ നടപടികളുണ്ടാകും.